അതെ, സമയപരിമിതി ഉണ്ടല്ലോ. നമുക്ക് കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല, കുട്ടികളുടെ അനിശ്ചിതാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികളുടെ നന്മയാണ് ഗവൺമെൻറ് അഭിലഷിക്കുന്നത്. ഏത് കാര്യത്തിലായാലും എല്ലാവരും കുട്ടികളാണ്, എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം. ആ കാഴ്ചപ്പാടിനെ മുൻനിർത്തി സതുദ്ദേശപരമായിട്ടാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത്ര വലിയ മാറ്റമൊന്നും വരുന്നില്ല. ആ വിദ്യാർത്ഥികൾ കോടതിയല്ലേ വിധിച്ചത്, കോടതിയിൽ പോവാലോ അവർക്ക്. കോടതി വിധിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വക ചോദ്യത്തിനൊന്നും അർത്ഥമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുട്ടികളുടെ പൊതുവിലുള്ള നന്മയെ മുൻനിർത്തി എല്ലാവർക്കും നീതി ഉറപ്പാക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അതായത് കീം പരീക്ഷയിൽ 100% മാർക്ക് വാങ്ങിയാലും 35 മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള പരാതി ഈ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഈ വർഷം ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതാണ് പറയാനുള്ളത്. ഇന്ന് തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ ഈ പുതിയ മാറ്റം ഉണ്ടല്ലോ, തൽക്കാലം അത് ഒഴിവാക്കുന്നു, പക്ഷേ ഭാവിയിൽ അത് തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. അടുത്ത വർഷം നമുക്ക് സമയം എടുത്ത് തന്നെ നേരത്തെ തന്നെ അത് ചെയ്യണം. വേണ്ടത്ര അടുത്ത വർഷത്തെ കാര്യം നമുക്ക് അടുത്ത വർഷം ആലോചിക്കല്ലേ നല്ലത്. ഇപ്പം തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷമല്ലേ ആലോചിക്കാൻ പറ്റൂ. ഇപ്പം ഈ വർഷത്തെ കാര്യം പൂർത്തീകരിച്ചിട്ടില്ലല്ലോ. ഈ വർഷത്തെ കാര്യത്തിലാണല്ലോ ഇപ്പോൾ വിധി വന്നത്. അടുത്ത വർഷം എന്തെന്ന് എനിക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റുമോ? അത് റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ നമുക്കറിയാം. അവരുടെ വിഷമം അഡ്രസ്സ് ചെയ്യാനാണല്ലോ ശ്രമിച്ചത്. എല്ലാവരുടെ വിഷമവും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ കോടതിയുടെ വിധി നമുക്ക് അനുസരിച്ചേ തീരൂ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം കോടതി പറഞ്ഞിരിക്കുന്നു, കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു, അതിന് അപ്പീൽ നൽകി. ഡിവിഷൻ ബെഞ്ചും ആദ്യ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ അംഗീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി വൈകിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇന്ന് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിച്ചത്. കീമിൽ കോടതി വിധി അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അപ്പീലിന് പോകുന്നില്ല. കാരണം ഈ പ്രവേശന നടപടിക്രമങ്ങൾ ഓഗസ്റ്റ് 14 പൂർത്തിയാക്കേണ്ടതുണ്ട് AICTE നിർദ്ദേശപ്രകാരം. അതുകൊണ്ട് പഴയ രീതിയിൽ തന്നെയാകും ഇത്തവണയും പുതുക്കിയ റാങ്ക് പട്ടിക ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കി.